അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിന്റെ 3-ാമത്തെ ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത്. സത്യവിശ്വാസികൾക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള മാസമാണ് വിശുദ്ധ റമളാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സന്തോഷത്തോടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും പ്രതിഫലം കരസ്ഥമാക്കാനുള്ള അസുലഭ നിമിഷങ്ങളാണ് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ധാരാളം പ്രതിഫലം നൽകുന്നതിനായി ചില അവസരങ്ങൾ സൃഷ്ടിച്ച് നൽകാറുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താലും ഔദാര്യത്താലും നൽകപ്പെട്ടതാണ് ഈ റമളാൻ മാസം. തൻ്റെ ദാസന്മാർക്ക് സൽക്കർമ്മങ്ങൾ കൂടുതൽ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അവൻ പ്രത്യേക കാലവും സമയവും നിർണയിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രത്യേക പുണ്യകാലമാണ് വിശുദ്ധ റമളാൻ. റമളാനിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടുന്നതിനായി റമളാനിൻ്റെയും റമളാനിൽ അനുഷ്ഠിക്കുന്ന വിവിധ സൽക്കർമ്മങ്ങളുടെയും ശ്രേഷ്ഠതകൾ നാം അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷികമായ കാര്യമാണ്. എന്താണ് റമളാനിൻ്റെ ശ്രേഷ്ഠതകൾ? നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യർക്ക് മാർഗദർശനം നൽകാനായി അള്ളാഹു പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെല്ലാം അവതരണം നടന്നത് റമളാൻ മാസത്തിലാണ്. അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണവും റമളാൻ മാസത്തിലാണ്. വാദില റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറയുകയുണ്ടായി: ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഏടുകൾ അവതരിക്കപ്പെട്ടത് റമളാനിൻ്റെ ആദ്യ രാത്രിയിലാണ്. തൗറാത്ത് അവതരിക്കപ്പെട്ടതാകട്ടെ റമളാനിൻ്റെ 6 ദിനരാത്രികൾക്ക് ശേഷമാണ്. ഇഞ്ചീൽ അവതരിക്കപ്പെട്ടത് റമളാനിൻ്റെ 13 രാവുകൾ പിന്നിട്ട ശേഷവും സബൂർ അവതരിക്കപ്പെട്ടത് റമളാനിൻ്റെ 18 ദിനങ്ങൾക്ക് ശേഷവും ഖുർആൻ അവതരിക്കപ്പെട്ടത് റമളാനിൻ്റെ 24 രാവുകൾ പിന്നിട്ട ശേഷവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവായി കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ മാസം. മാസങ്ങളിൽ വെച്ച് റമളാനിനെ അള്ളാഹു പുകഴ്ത്തി പറയുന്നു. മഹത്തായ ഖുർആൻ അവതരിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ് റമളാൻ എന്നതാണ് കാരണം. ഈ പ്രത്യേകതയോടൊപ്പം നബിമാർക്ക് അള്ളാഹു കിതാബുകൾ അവതരിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. അതും റമളാൻ മാസത്തിലായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്തിനേറെ ഖുർആനിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട്: ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. ഹമീം, സൃഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. തീർച്ചയായും നാം അതിനെ ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിക്കുന്നു. തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. ഈ അനുഗ്രഹീത രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദറിനെയാണ് എന്ന് ഖുർആൻ തന്നെ മറ്റൊരു ഭാഗത്ത് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. തീർച്ചയായും നാം ഇതിനെ, അതായത് ഖുർആനിനെ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്.